പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ലോക ചരിത്രത്തിന് മുഴുവൻ സന്തോഷം നൽകിയ ഈശോയുടെ ജനനത്തിന് ഒരുക്കമായ കാലഘട്ടത്തിലേക്ക് സഭ പ്രവേശിക്കുകയാണ്. മംഗളവാർത്തക്കാലത്തിലേക്ക് പ്രവേശിക്കുന്നു. ഈ മംഗളവാർത്തക്കാലത്ത് ഉള്ള 4 ഞായറാഴ്ചകളിൽ ആദ്യത്തെ ഞായറാഴ്ച ഈശോയുടെ വരവിന് ഒരുക്കമായി വന്ന വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്. രണ്ടാമത്തെ ഞായറാഴ്ച ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ്. മൂന്നാമത്തെ ഞായറാഴ്ച യോഹന്നാൻ മാംദാനായുടെ ജനനത്തെക്കുറിച്ചുള്ള വിവരണം. നാലാമത്തെ ഞായറാഴ്ച ഈശോയുടെ ജനനത്തിലുള്ള ദൈവിക ഇടപെടൽ. ഈ കാര്യങ്ങളൊക്കെയാണ് സഭ ധ്യാന വിഷയമാക്കുന്നത്. മംഗളവാർത്തക്കാലത്തിലെ ഒന്നാമത്തെ ഞായറാഴ്ചയായ ഇന്ന് സ്നാപക യോഹന്നാൻ്റെ ജനനത്തിലുള്ള അത്ഭുതകരമായ ദൈവിക ഇടപെടലിനെ കുറിച്ചുള്ള അറിയിപ്പ് നാം വായിച്ച് കേൾക്കുകയാണ്. സക്കറിയായും എലിസബത്തും വളരെ നീതിനിഷ്ഠരും ഭക്തരും കുറ്റമറ്റവരുമായിരുന്ന ദമ്പതികളാണ്. ദൈവതിരുസന്നിധിയിൽ ഏറ്റവും നീതിപൂർവമായ പ്രവൃത്തികൾ ചെയ്തിരുന്ന ഭക്തരായ മാതാപിതാക്കൾ, ഭക്തരായ ദമ്പതികൾ. എന്നാൽ അവർക്കൊരു ദുഃഖമുണ്ടായിരുന്നത് ഇവരുടെ ദാമ്പത്യ വല്ലരിയിൽ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു. ഇത് തന്നെ നമ്മുടെ ഒരു ധ്യാന വിഷയമായിട്ട് നമുക്ക് എടുക്കാം. ബൈബിളിൽ ഉടനീളം നാം കാണുന്ന ചില ദമ്പതികളുടെ ചരിത്രം പരിശോധിച്ചാൽ, ഉദാഹരണത്തിന് അബ്രാഹത്തിൻ്റെയും സാറായുടെയും, ഇസഹാക്കിൻ്റെയും റബ്ബേക്കായുടെയും, യാക്കോബിൻ്റെയും റാഹേലിൻ്റെയും ചരിത്രം പരിശോധിച്ചാൽ ഈ ദമ്പതികളൊക്കെ മക്കളില്ലാതെ അവരുടെ വിവാഹ ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് കഷ്ടപ്പെട്ടിരുന്ന ദമ്പതികളാണ്. സാമുവേലിൻ്റെ അമ്മയായ ഹന്ന, എൽക്കാനയുടെ ഭാര്യയായ ഹന്ന, മക്കളില്ലാതെ കഷ്ടപ്പെട്ടിരുന്നവളാണ്. പരിശുദ്ധ കുർബാനയിൽ നാം ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് എന്ന്. പ്രഗത്ഭരായ ഈ 3 ഗോത്രപിതാക്കളുടെ പേര് പറഞ്ഞ് നാം പ്രാർത്ഥിക്കുമ്പോഴും അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയൊരു ദുഃഖത്തെക്കുറിച്ച് നമുക്ക് അനുസ്മരണം ഉണ്ടാവുകയാണ്. സാറ വന്ധ്യയായിരുന്നു, റബ്ബേക്ക വന്ധ്യയായിരുന്നു, റാഹേൽ വന്ധ്യയായിരുന്നു, എൽക്കാനയുടെ ഭാര്യ ഹന്ന വന്ധ്യയായിരുന്നു, സക്കറിയയുടെ ഭാര്യ എലിസബത്ത് വന്ധ്യയായിരുന്നു. വന്ധ്യകളായിരുന്ന ഈ സ്ത്രീകളുടെയൊക്കെ ഉദരം ഫലപ്രാപ്തമായത് അവർ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ടാണ്. ദൈവികമായ ഇടപെടലിനാലാണ് മക്കൾ ജനിക്കുന്നത് എന്നുള്ള സന്ദേശം നമുക്ക് ലഭിക്കുകയാണ്. തീവ്രമായ പ്രാർത്ഥനയാൽ ദൈവതിരുസന്നിധിയിലേക്ക് നെടുവീർപ്പോടെ തങ്ങളുടെ പ്രാർത്ഥനകൾ ഉയർത്തുമ്പോൾ അതിന് ദൈവം തരുന്ന പ്രതിഫലമാണ് മക്കൾ എന്ന് ഈ ദമ്പതികളുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഈശോയുടെ ആഗമനം അറിയിച്ചുകൊണ്ട് വരുന്ന സ്നാപക യോഹന്നാൻ ജനിക്കുന്നത് വെറുമൊരു മാനുഷിക പ്രവൃത്തിയാലല്ല,
മറിച്ച് ദൈവികമായ ഇടപെടലിനാലാണെന്ന് വ്യക്തമാക്കുകയാണ്. നീതിനിഷ്ഠരായിരുന്നുവെങ്കിലും ഭക്തരായിരുന്നുവെങ്കിലും കുറ്റമറ്റവരായിരുന്നെങ്കിലും ഈ ദമ്പതിമാരുടെ ജീവിതത്തിൽ ഒരു ദുഃഖം ദൈവം അനുവദിച്ചിരുന്നു എന്നുള്ളതാണ്. അതവർ തങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. ഇതായിരിക്കട്ടെ ഈ ഞായറാഴ്ചയിലെ നമ്മുടെ ധ്യാന വിഷയം. നാം നന്മ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിലും ദൈവത്തോടെപ്പോഴും ചേർന്ന് നിൽക്കുന്നവരാണെങ്കിലും നമ്മുടെ ജീവിതത്തിലും ദൈവം കഷ്ടപ്പാടുകൾ അനുവദിക്കാറുണ്ട്. ആ ഒരു കഷ്ടപ്പാടെന്ന് പറയുന്നത് ദൈവം നമ്മെ തിരസ്കരിച്ചു എന്നതിൻ്റെ ലക്ഷണമായിട്ട് കാണാതെ ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമായി കാണുവാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് നിരന്തരമായ പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്ന സക്കറിയായിക്കും എലിസബത്തിനും ദൈവം കൊടുത്ത വലിയ സമ്മാനമാണ് യോഹന്നാൻ മാംദാന. ഈ ഒരു അറിയിപ്പാണ്, യോഹന്നാൻ മാംദാനയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇന്ന് സുവിശേഷത്തിൽ നാം വായിച്ച് കേട്ടതും. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും. ദൈവത്തിൽ നാം നിരന്തരമായി ആശ്രയിക്കുന്നവരും പ്രത്യാശ വയ്ക്കുന്നവരുമായി തീരണം. കാരുണ്യവാനായ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.